മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പൊതുജനങ്ങൾക്ക് ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കോടതിയുടെ ഒരു മാർഗനിർദ്ദേശ വാർത്തയിലേക്കാണ് ഇനി കടക്കുന്നത്. ആശുപത്രികൾക്ക് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം വന്നിരിക്കുന്നു. അത്യാഹിത വിഭാഗത്തിൽ എത്തുന്ന രോഗികളെ പരിശോധിക്കണം എന്നതാണ് ഇപ്പോൾ കോടതിയുടെ ഒരു മാർഗനിർദ്ദേശവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പണമില്ലാത്തതിൽ ചികിത്സ നിഷേധിക്കരുത്, രേഖകളില്ലെങ്കിലും ചികിത്സ നിഷേധിക്കരുത്, തുടർ ചികിത്സ വേണമെങ്കിൽ ആശുപത്രി മാറ്റണം, ഡിസ്ചാർജ് സമയം പരിശോധന ഫലം കൈമാറ്റണം, ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണം, മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ ചികിത്സാ നിരക്കടക്കമുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കണം. ആശുപത്രികളിൽ പരാതി പരിഹാര ഡെസ്ക് വേണം. പരാതികൾ 7 ദിവസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടണം. പരിഹരിക്കപ്പെടാത്തവ DMOയ്ക്ക് കൈമാറണം. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കോടതി ശരിവെച്ചു. ആക്ടിനെതിരെ സ്വകാര്യ ആശുപത്രി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. മാർഗനിർദ്ദേശവുമായിട്ടാണ് ഇപ്പോൾ കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ ഏറെ നാളത്തെ ഒരു ആവശ്യം കൂടിയാണ് എന്തായാലും ഈ ഒരു വിഷയം. സ്വകാര്യ ആശുപത്രി നൽകിയ ഒരു ഹർജിയിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. കോടതി മാർഗനിർദ്ദേശവുമായി കോടതി ഇപ്പോൾ രംഗത്തുണ്ട്. ആശുപത്രി ആവശ്യങ്ങളുടെയാണ്, പ്രത്യേകിച്ച് ഈ കാഷ്വാലിറ്റി അതോടൊപ്പം തന്നെ അത്യാഹിത വിഭാഗങ്ങളിൽ എമർജൻസി വാർഡുകളിലേക്കൊക്കെ കടക്കുന്നവരുടെ ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. അത്യാഹിത വിഭാഗങ്ങളിലേക്ക് കടക്കുന്ന രോഗികളെ എത്രയും പെട്ടെന്ന് അവരെ പരിശോധിക്കണം. പണമില്ലാത്തതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തരുത്. എന്തായാലും ചികിത്സാ നിരക്ക് എന്തായാലും ഇംഗ്ലീഷിലും മലയാളത്തിലടക്കം ഇപ്പോൾ പ്രദർശിപ്പിക്കണം. അധ്യാപക വിഭാഗത്തിൽ എത്തുന്ന രോഗികളെ പരിശോധിക്കണം. പണമില്ലാത്തതിന്റെ പേരിൽ അവരെ ഒരിക്കലും മാറ്റി നിർത്തരുത്. രേഖകളില്ലെങ്കിലും, കൃത്യമായ രേഖകളല്ല അവരുടെ കയ്യിലില്ലെങ്കിലും അവർക്ക് ചികിത്സ ലഭിക്കാതെ പോകരുത്. തുടർ ചികിത്സ ലഭിക്കണം. ഒരുപക്ഷെ ആശുപത്രിയിൽ ഉപകരണക്ഷമമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് ആശുപത്രികളിലേക്ക് എത്രയും പെട്ടെന്ന് അവരെ മാറ്റണം എന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചികിത്സ വൈകാൻ പാടില്ല, ഒരു രോഗിക്കും ചികിത്സ വൈകാൻ പാടില്ല എന്നൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. തുടർ ചികിത്സ വേണമെങ്കിൽ മറ്റ് ആശുപത്രികളിലേക്ക് അവരെ മാറ്റണം. ഡിസ്ചാർജ് സമയമടക്കം എന്തായാലും പരിശോധിക്കപ്പെടും. പരിശോധന ഫലം കൈമാറണം. അതോടൊപ്പം തന്നെ ഈ രോഗിയെ പരിശോധിച്ച ശേഷമുള്ള അവരുടെ പരിശോധന ഫലം അടക്കമുള്ള കാര്യങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല എന്നൊരു കാര്യമെല്ലാം ഇപ്പോൾ എന്തായാലും വന്നിരിക്കുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആശുപത്രികളിൽ പരാതി പരിഹാര ഡെസ്ക് വേണം. എന്തെങ്കിലും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചികിത്സാ രീതിയോ അതോടൊപ്പം തന്നെ OP ടിക്കറ്റോ ഡോക്ടർമാരുടെ സേവനം കൃത്യമായ രീതിയിൽ ലഭ്യമായെങ്കിലോ അങ്ങനെ എന്തൊരു കാര്യത്തിലും ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാൻ കഴിയുന്ന രീതിയിൽ ആശുപത്രികളിൽ ഒരു പരാതി പരിഹാര ഡെസ്കാണ് കൊണ്ടുവന്നത്. ഈ പരാതികൾ 7 ദിവസത്തിനകം എന്തായാലും ഈ പരാതികളൊക്കെ എന്തായാലും പരിഹരിക്കപ്പെടണം. പരാതി പരിഹരിക്കപ്പെടാത്തവർ DMOയ്ക്ക് ഈ പരാതി കൈമാറാം എന്നുകൂടി പറയുന്നുണ്ട്. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. എന്തായാലും പൊതുജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വാർത്ത, കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്.